ഹലോ. ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ഷോർട്സ് ഇട്ടിരുന്നു. ആരെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഇഷ്ടം എന്ന്? ചിലർ പറഞ്ഞു അള്ള, ചിലർ പറഞ്ഞു ദൈവത്തെ, ചിലർ പറഞ്ഞു അമ്മയെ, ചിലർ പറഞ്ഞു മക്കളെ, ചിലർ പറഞ്ഞു അച്ഛനെയും അമ്മയെയും, പിന്നെ ഹസ്ബൻഡിനെയും, ചിലർ പറഞ്ഞു ഹസ്ബൻഡിനെ. ഇങ്ങനെ കുറേയേറെ ഒത്തിരി 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 വേറെ വേറെ ആളുകളുടെ ഉത്തരം കണ്ടു. മറ്റു ചിലരാകട്ടെ എന്നെ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. എൻ്റെ ഉത്തരവും അതാണ്. എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. എന്താണെന്നറിയോ, നമ്മളെ തന്നെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ തോന്നുക. നമുക്കൊന്ന് കണ്ണെഴുതാനും പൊട്ട് തൊടാനും കുളിക്കാനും ശുചിത്വത്തിലും ഒക്കെ നമുക്ക് ഒരുപാട് ശ്രദ്ധ വരും നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഷാബി ആയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും മുടങ്ങും. ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരെ തന്നെ ശ്രദ്ധിക്കുകയും അവരോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴേ ചുറ്റുമുള്ളവരെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ആരോഗ്യവും മനോധൈര്യവും മനസ്സും ഉണ്ടാകും. അല്ല നമ്മളിങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയും പിന്നെ നമ്മുടെ ഹെൽത്ത് ശരിയല്ലെങ്കിൽ, മടിയല്ല, ഹെൽത്ത് കൊണ്ടാണ് എനിക്കിപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഹെൽത്ത് നോക്കാതെ എനിക്ക് അനീമിക്കൊക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് 3-3:30 ആകുമ്പോഴേ ഞാൻ ഉറങ്ങുള്ളൂ. എഴുന്നേറ്റ് നടക്കണം. കാരണം ഈ ഇതില്ലേ, നമ്മുടെ ഫ്ലോ ഇല്ലേ, ബ്ലഡിൻ്റെ ഫ്ലോ ഇങ്ങനെ സർക്കുലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേക്കും. ഹൃദയത്തിലേക്ക് ഓക്സിജൻ ക്യാരി ചെയ്യുന്ന സാധനമല്ലേ ബ്ലഡ് എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ വളരെ കുറവാണ് എനിക്ക്. എൻ്റെ മെനോപോസ് ഇഷ്യൂസിൻ്റെ ആണ്, എൻ്റെ വയസ്സിൻ്റെയാണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എവറി 3 months ഞാൻ ബ്ലഡ് ചെക്കപ്പ് ചെയ്യും. അപ്പോൾ അത് ഡേഞ്ചറസ്ലി ലോ ആയിട്ട് പോകും എപ്പോഴും. സോ അതിനെന്താ പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം, പിന്നെ ഈ പറഞ്ഞ അയൺ സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കണം. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ യുവർ മെൻസ്ട്രുവേഷൻ ഓഫ് ഒരു 3 months 4 monthsൻ്റെ മെൻസ്ട്രുവേഷൻ ബ്ലഡ് പോയി കഴിയുമ്പോൾ എഗെയിൻ പഴയ പടിയാകും. അപ്പോൾ ആ 4ാമത്തെ മാസം ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഐ ബിക്കം വെരി ക്രാങ്കി. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും വല്ലാണ്ട് ദേഷ്യം പിടിക്കും ഞാൻ. അങ്ങനെയൊക്കെ അത് നോക്കൂ. അപ്പോൾ ഒരു കുടുംബിനിയുടെ അപ്പോൾ ആ വീട്ടിലെ ആ ഒരു അന്തരീക്ഷം തന്നെ, ഇവളെന്തായി കിടന്ന് ചാടുന്നതെന്ന് എൻ്റെ അച്ഛൻ ചോദിക്കാറുണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ. പിന്നെ അരവിന്ദിൻ്റെ അടുത്താവുമ്പോഴും പാവ അരവിന്ദിന് മനസ്സിലാവില്ലേ തോന്നുന്നു. അതുകൊണ്ട് അരവിന്ദ് പറയും, നീ എന്തുവായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത മട്ട് പോകും, അല്ലെങ്കിൽ കാണാത്ത മട്ട് പോകും. സോ അതല്ല ശരിക്കുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ഞാൻ എന്നെ തന്നെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കർമ്മങ്ങളും ഡ്യൂട്ടീസും ഒക്കെ ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം. നിങ്ങൾ പറയുന്ന ഉത്തരങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റേതായ എന്താ പറയുക, എന്തായാലും പറയണേ, അതിൻ്റേതായ ബാക്കപ്പ് ഉത്തരങ്ങൾ കാണുമായിരിക്കും, അല്ലേ? ഈ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മളിൽ തന്നെ സ്നേഹിക്കേണ്ടതും എന്ന് എൻ്റെ വീക്ഷണമാണ്. നിങ്ങൾക്ക് വേറെ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ താഴെ എഴുതണേ, അപ്പോൾ വേറെ പെർസ്പെക്റ്റീവ്സ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. ഇപ്പോൾ ഇനിയൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ റീസൺ കൊണ്ട് ഞാൻ വേറെ ഒരു കടന്ന കൈയും കൂടെ നിങ്ങളോട് പറയുകയാണേ. ഈ കൂട്ടുകുടുംബമാണോ അതോ പിന്നെ ഈ എന്താ പറയുക ഒറ്റ അണുകുടുംബമാണോ നല്ലത് എന്നുള്ളതും കൂടെ ഇതുമായിട്ട് ചേർത്ത് വെച്ച് ഞാൻ പറയുകയാണ്. കൂട്ടുകുടുംബം നന്നേയല്ല. ഇപ്പം പറയും, ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കല്ലേ, കൂട്ടുകുടുംബത്തിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് കൂട്ടുകുടുംബത്തിന്. കൂട്ടുകുടുംബത്തിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികളെ വീട്ടിൽ വെച്ചിട്ട് പോവാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അടുത്തൊരു കടയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അമ്മായിയമ്മയോ അമ്മായച്ഛനോ നോക്കിക്കോളും, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ നോക്കിക്കോളും. ഇതൊക്കെ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക പ്ലസ് പോയിന്റ്സ് അല്ലേ എന്ന് ചോദിക്കും. അതിന് നിങ്ങളിപ്പോൾ ഒന്നിച്ച് താമസിക്കണമെന്നില്ലല്ലോ. കൂട്ടുകുടുംബം ആയിട്ട് ഒന്നിച്ച് താമസിച്ചാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലല്ലോ. നിങ്ങൾ വേറെ ഒരു എബോർഡ്, അതായത് നിങ്ങളുടെ കിച്ചൺ, അമ്മായിയമ്മയുടെയും നിങ്ങളുടെയും കിച്ചൺ എപ്പോഴും വേറെ വേറെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരുപാട് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ. അവരെന്ത് ചെയ്യാനാ? ഇപ്പം ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെയൊക്കെ ഒരൊറ്റ ഹാളിൽ ഇങ്ങനെ കർട്ടനിട്ട് മറിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഡോക്യുമെൻ്ററിയിലാണ് കണ്ടേക്കുന്നത്. അങ്ങോട്ടൊന്നും നമ്മൾ
പോലുള്ളവരൊന്നും കയറി നടന്ന് പോകാൻ പറ്റില്ല. അത് അത്ര നല്ല സേഫ് അല്ല എന്ന് പറയും. കാരണം അവിടെ ആ ടെറൈനുമായിട്ടൊക്കെ നല്ല പരിചയമുള്ളവരും ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ പറ്റിയൊക്കെ അറിയുന്നവരും മാത്രമാണ് അങ്ങോട്ടൊക്കെ നടന്ന് കയറുള്ളൂ. അപ്പോൾ ഡോക്യുമെൻ്ററീസിൽ കണ്ടിട്ടുണ്ട്, പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില സോഷ്യൽ വർക്കേഴ്സൊക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്തവരുടെ അടുത്ത് നിന്ന് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവിടെ ആ സ്ഥലത്ത് കേട്ടോ. അപ്പൊ ഈ അവിടെയും ആളുകൾ കൂട്ടുകുടുംബം പോലെയാ ജീവിക്കുന്നത് അല്ലേ? അവിടെയൊക്കെ നടക്കുന്ന പോലെ നമുക്ക് കഴിയാൻ നോക്കുമോ? നമ്മൾ എന്താ വിചാരിക്കണേ? നമുക്ക് എപ്പോഴും ഒരു പടി കൂടി നന്നായിട്ട് ജീവിക്കണം, ഒരു പടി കൂടെ നമുക്ക് നന്നായിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കണം അല്ലേ? അതിലെന്താ തെറ്റ്? അതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പുറത്തെ വീട്ടിൽ ഒരു കാറ് മേടിക്കുമ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ 2 കാറ് മേടിക്കുന്നില്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ശരിയോ തെറ്റോ എന്നുള്ളത് ചിന്തയ്ക്ക് വിടുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും കമ്പാരിസണിലും നമ്മൾ ഒരു ബെറ്റർമെന്റിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ, അതുകൊണ്ട് പറയണം. ഇതില് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എന്താ പറയാ വിഭാവനം ചെയ്തിട്ടില്ല. അച്ഛൻ, അമ്മ, മക്കൾ, ഒരു 3 മക്കളോ 4 മക്കളോ, ഇപ്പോഴത്തെ സ്ഥിതിക്ക് 2 മക്കളേ ഉള്ളൂ. ചിലപ്പം ഒരു 2 ആൺമക്കളായി പോയാലാണ് ഈ കൂട്ടുകുടുംബം എന്നുള്ളത് വന്നു ഭവിക്കുന്നത്. പെൺകുട്ടികളാവുമ്പോൾ ഈ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. എന്താണ് പറ്റുക? പെൺകുട്ടികളാവുമ്പോൾ ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിടും, പിന്നെ അവളായി അവളുടെ പാടായി, നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ കേട്ടോ. അപ്പം മകൻ ഒരാളായി കഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മകന്റെ നറേറ്റീവ് എന്താ? ഞാൻ എൻ്റെ അച്ഛനമ്മയെ നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ നിന്ന് നോക്കണം എന്നാണ് അവന്റെ വിചാരം. അവനിവിടെ ഈ പറഞ്ഞ ചുറ്റുവട്ടത്ത് ഈ അച്ഛനമ്മ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഏരിയയിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ദുബായിലാണ് ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെയും അച്ഛനമ്മേനെയും കൊണ്ടുപോവോ? അച്ഛനമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കാം. കാരണം അവർക്ക് അവരുടെ ആവാസസ്ഥിതി ഉണ്ടാവില്ലേ? അവർ ഒരുപാട് വർഷമായിട്ട് ഗവൺമെന്റ് ജോബിലുള്ള അച്ഛനും അമ്മയായിരിക്കാം, അവിടുത്തെ അതിനുള്ള സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അമ്മയായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ദുബായിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ മക്കൾ പലായനം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കൂടെ നിന്നിട്ട് വരുമെന്നല്ലാതെ അവർക്ക് അവിടേക്ക് സെറ്റിൽ ആവാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥിതി വരുമ്പോൾ നമ്മളത് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? അതായത് മകൻ അവിടെ താമസിക്കുന്നതിന് കുഴപ്പമില്ല, ബെറ്റർമെന്റ് ഓഫ് ലൈഫ് അതെപ്പോഴും നല്ലതല്ലേ എന്ന് ഈ അച്ഛനും അമ്മയൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഞാനിരുന്ന് ഓരോ പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ, അതായത് ഈ പറഞ്ഞ എന്നെ ഇപ്പം നിങ്ങൾ ഈ അമ്മ ആ ഒരു റേഞ്ചിൽ കൂട്ടിയാൽ മതി കേട്ടോ. ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇത് തന്നെ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ താമസിച്ച് ആ വീട്ടിലെ അമ്മയുടെ അച്ഛൻ്റെയും ജോലികൾ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അൺപെയ്ഡ് വേലക്കാരിയായിട്ട് മാറുന്നത്? ആ വീട്ടിൽ സപ്പോസ് കുറച്ച് നല്ല സാമ്പത്തികമുണ്ട്, എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഫെസിലിറ്റീസും ഉള്ള ഒരു വീടാണെന്ന് ഇരിക്കട്ടെ, അതായത് 2-3 ജോലിക്കാരും ഡ്രൈവേഴ്സും ഒക്കെ ഉള്ള ഒരു വീട്ടിലേക്കാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത്. അച്ഛൻ്റെ ബിസിനസ്സാണ് ഹോട്ടൽ നോക്കി നടന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഹോട്ടൽ ബിസിനസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്സ്റ്റൈൽ ബിസിനസ്സോ ജ്വല്ലറി ബിസിനസ്സോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അങ്ങനെ കഴിയുള്ളൂ. കാരണം അവർക്ക് അവരുടെ ഈ ബിസിനസ് പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇനിയൊരു ടൗണിലേക്ക് വേറൊരു ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മകനെയോ മകളോ ആരാണ് അവിടെ കൂടുതൽ സമയം നിങ്ങളുടെ കൂടെ നിന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുക. കാരണം പൈസയുള്ളവർ. പൈസ ഇല്ലാത്തവരുടെ ഗതിയാണ് ഞാൻ പറയുന്നത്. 1 ബെഡ്റൂം എടുക്കാൻ വഴിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഇന്നത്തെ കാലത്ത്? ഇത്ര നല്ല വിദ്യാഭ്യാസം കിട്ടിയ ആൺകുട്ടികളല്ലേ. അപ്പോൾ ആ 1 ബെഡ്റൂം എടുത്തിട്ടാണെങ്കിലും ചെറിയ പട്ടണത്തിൽ നിന്ന് ഇച്ചിരി കൂടെ വലിയ പട്ടണത്തിലേക്ക് നിങ്ങൾ താമസിക്കൂ. അപ്പോൾ അവിടെ നിങ്ങളുടെ മക്കൾക്ക് കുറച്ചുകൂടെ നിങ്ങളെക്കാൾ നല്ല, നിങ്ങൾ ആ കുഞ്ഞു പട്ടണത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ വളർന്നു വന്നിരിക്കണം. എല്ലാവരും അങ്ങനെ ആവണ്ടല്ലോ. അടുത്ത ജനറേഷൻ വരുമ്പോൾ അടുത്ത ലെവൽ അല്ലേ? ഞാൻ ഈ പറയുമ്പോൾ അയ്യോ ഈ ചേച്ചി കുടുംബം കലക്കി, ഇത് കുടുംബം കലക്കുന്നതാണോ കുടുംബം നന്നാക്കുന്നതാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ആസ് എൻ അമ്മായിയമ്മ എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിലുണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയും, എൻ്റെ വിട്ടേര്, നിങ്ങൾ എവിടാന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് താമസിക്കൂ, എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ ജീവിച്ചോളാം, ഞാനും എൻ്റെ ഹസ്ബൻഡും. ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അതുപോലെ നമ്മൾ ആ സർക്കംസ്റ്റൻസ് നമ്മൾ അപ്പോൾ അഡാപ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഒരു കുടുംബം, പണ്ടപ്പോൾ ചേച്ചി എന്താണ് ഈ പറയണത്, പണ്ട് കൂട്ടുകുടുംബമായിരുന്നില്ലേ? നിങ്ങൾക്ക് ആ കൂട്ടുകുടുംബത്തിൻ്റെ പുറകിലുള്ള കഥകൾ അറിയോ?
ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് 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 അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാണാൻ നമുക്ക് സാധിക്കില്ല, ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ കൂട്ടുകുടുംബ ആവാസ രീതിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ചില അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ റിമോട്ടായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടുകുടുംബമാണെന്ന് എനിക്ക് വലിയ പറമ്പും കുറേ റൂംസും ഒക്കെ ഉള്ളിടത്ത് ഓരോരോ മുറികൾക്കും കണ്ണും കാതും ഉണ്ടായിരുന്നെങ്കിലേ അവർ വിളിച്ചു പറയുന്നത് കഥകളായിരിക്കും. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അങ്ങനത്തെ രീതിയിലാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു സ്ത്രീ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ, ചേച്ചി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കണ്ണടച്ച് വെച്ചാൽ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാണത്, പാല് കുടിക്കാതിരിക്കുന്നില്ല, മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെ പല രീതിയിലും നമ്മൾ മനുഷ്യനാണ്. നമ്മളുടെ ബിഹേവിയറും നമ്മളുടെ എന്താ പറയുക ഹോർമോണൽ ബാലൻസസും ഇംബാലൻസസും ഒക്കെ പലതും പല സമയത്തും മാറിക്കൊണ്ടിരിക്കും. സർക്കംസ്റ്റൻസസ് അനുസരിച്ച് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂട്ടുകുടുംബം ശരിയല്ല. കൂട്ടുകുടുംബത്തിനേക്കാളും നല്ലത് അവനവൻ്റെ ഭാര്യയെയും അവനവൻ്റെ കുഞ്ഞുങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ എന്ന് പറയുന്ന പുരുഷന് ധൈര്യം ഉണ്ടെങ്കിൽ വേറൊരു വീടെടുത്ത് മാറുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടത് ആണുങ്ങൾ, മനസ്സിലായോ? ചിലരൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞേ ഇന്നലെ പ്രയോറിറ്റി വൈഫായിരിക്കണം എന്ന് പറഞ്ഞില്ലേ, അയ്യോ ഒരെണ്ണം പറയാ, ഭാര്യയ്ക്കും അമ്മയ്ക്കും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഒരു പയ്യൻ്റെ ഇതിൽ ഞാനത് സ്റ്റോറി ആയിട്ടിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, നോക്കൂ ഞാൻ എന്താ പറഞ്ഞത്, അവരെന്താ പറയണത്. ഞാൻ പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യൂ എന്നാണ്. നിങ്ങളുടെ അമ്മയെ കളയാൻ ആരെങ്കിലും ബുദ്ധിയുള്ളവർ പറയുമോ? എൻ്റെ അമ്മയെ ഞാൻ കളയത്തില്ലല്ലോ, ഞാൻ പെണ്ണായിട്ട് പോലും. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചെല്ലണമല്ലോ, ഉറപ്പായിട്ടും ചെന്നിരിക്കും. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് വള ഊരി ഞാൻ പണയം വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ മെഡിക്കൽ എക്സ്പെൻസസ് നോക്കിയിട്ടുണ്ട്. എൻ്റെ ബ്രദർ പൈസ കൊണ്ടുവരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പൈസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതൊന്നും ചിന്തിക്കുക പോലുമില്ല ഒരു മക്കളും. ഈവൻ ഫോർ മൈ ഫാദർ ഇൻ ലോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും അത് കാരണം അതെൻ്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണമല്ലോ, അദ്ദേഹത്തിനെ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ഹെൽപ്പ് ചെയ്യും, അല്ലേ? സിബ്ലിങ്സ് ഒക്കെ ഒരു ടൈപ്പാണെടോ. എല്ലാവരോടും കേട്ടാ ഞാൻ പറയണേ, എന്നെ കേൾക്കുന്ന ആൾക്കാർ എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. സിബ്ലിങ്സ് എന്ന് പറയുന്ന റൈവലറി എല്ലായിടത്തും ഉണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം അവർക്ക് ഉത്തരവാദിത്ത ബോധം കൂടുതലുണ്ട്. എൻ്റെ ബ്രദർ നല്ല ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ, അരവിന്ദൻ്റെ ബ്രദറിനും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയണേ. പക്ഷെ ആ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഇടയിൽ കൂടി ചില സമയങ്ങളിൽ അവർക്ക് ചിലപ്പോൾ പൈസ ആക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കാശിന് കാശ് തന്നെ വേണ്ടേ? അതുകൊണ്ടാണ് പറയണത്, അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി നിന്ന് ചെയ്യണം എന്നല്ല, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ധനം കൊടുത്തു അവരെ ഹെൽപ്പ് ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു അമ്മയും ഒരു അച്ഛനും പണമില്ല എന്നുള്ള പേരിൽ മക്കൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത്. അത് എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, കർമ്മ എന്നോ എന്ത് വേണമെങ്കിലും അതിനെ പേരിട്ട് പറഞ്ഞോ, മനസാക്ഷി എന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് പറഞ്ഞോ. ചില അമ്മായി അമ്മയൊക്കെ ഉണ്ടല്ലോ നല്ല മുറ്റാണ്. ഞങ്ങളുടെ മാവേലിക്കര ഭാഷയിൽ മുറ്റ് എന്ന് പറയും, മനസ്സിലായോ? മാവേലിക്കര എൻ്റെ ഭാഷയല്ല, എന്നാലും അവിടെ ഞാൻ കേൾക്കുന്നതാണ് എപ്പോഴും. അങ്ങനെയുള്ള അമ്മായിയമ്മ പോലും നമുക്ക് മനസ്സ് വരുമോ അവരൊരു ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ ബില്ലിന് വേണ്ടി കഷ്ടപ്പെടുന്ന? നോ, നെവർ. നമ്മളാരും അങ്ങനെ ചെയ്യില്ല. അതായത് വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഉള്ളവർ ചെയ്യില്ല. അവർ ചെയ്തത് ഭയങ്കര ദ്രോഹമായിരിക്കും, ചിലപ്പോൾ പറയാൻ കൊള്ളില്ലാത്ത ദ്രോഹങ്ങളൊക്കെ ചെയ്ത അമ്മായിമ്മമാരൊക്കെ ഉണ്ടാവും, അല്ലേ? എൻ്റെ അമ്മായിമ്മ അങ്ങനെ ചെയ്തു എന്നല്ലേട്ടോ ഞാൻ പറയണം. അപ്പം ചേച്ചി പറയും എല്ലാ അനുഭവമാണെന്ന്. എല്ലാ അനുഭവമല്ല, പലതും കണ്ടിട്ടുണ്ട്. ഒരു പരിധി വരെയൊക്കെ എന്നോട് ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ്രോഹം ചെയ്തിട്ടില്ല എന്നുമല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ അടിക്കുക, കുത്തുക, അങ്ങനെയൊന്നുമല്ല. വിഷം കലക്കി കൊടുക്കുക, പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുക, അങ്ങനത്തെയൊക്കെ പല ആൾക്കാരില്ലേ, അതൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് ധൈര്യത്തോടെ നേരിടാൻ പറ്റിയ ബിഹേവിയറൽ ഡിസോർഡേഴ്സാണ് കേട്ടോ ഈ അമ്മായിയമ്മമാരുടെ പ്രശ്നങ്ങളൊക്കെ. അവരുടെ ലൈഫിൽ കടന്നു പറ്റി അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ബാഹ്യശക്തികളൊക്കെ കാരണമാണ് അവരൊക്കെ അങ്ങനെ പെരുമാറുന്നത്. പിന്നെ വിദ്യാഭ്യാസ കുറവുണ്ടാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ എക്സ്പോഷർ കുറവുണ്ടാകാം. ഒരൊറ്റ നോട്ടത്തിലായിരിക്കാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിങ്ങനെ നോക്കൂല, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. എൻ്റെ കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ സന്തുലിതാവസ്ഥ കുഴപ്പമാണത്. ആ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ നമ്മളായിട്ട് എന്തിനാ പോകണത്? നമുക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല എന്താ പറയണത് തൻ്റെ ഇടവും നല്ല ജോലി നേടാനുള്ള കപ്പാസിറ്റിയും ജോലിയും ഒക്കെ ഉണ്ടെങ്കിൽ വഴിമാറി കൊടുക്കുക. ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റാർട്ട് യുവർ ഓൺ സ്മോൾ ലൈഫ്. അതിലെന്താ കുഴപ്പമുള്ളത്? ഈ പക്ഷികളൊക്കെ കൂട്ടുകുടുംബമാണോ? അവരൊക്കെ ഓരോരോ നെസ്റ്റ് വെച്ചിട്ടില്ലേ ജീവിക്കുന്നത്? അവരവരുടെ കുഞ്ഞുങ്ങൾക്കല്ലേ അവർ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നത്, അല്ലേ?
ഞാനൊരു കൂട്ടുകുടുംബത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ചേച്ചിക്ക് അവർക്ക് വളരെ കുറച്ച് ശമ്പളമൊക്കെ ഉള്ളൂ. അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഒരു ചെറിയ പലഹാരം, ഒരു 2-3 കട്ട്ലറ്റൊക്കെ മേടിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റാറില്ല. എന്താണെന്നറിയോ? ആ വീട്ടിൽ പെങ്ങന്മാരുടെ മക്കള്, അനിയന്മാരുടെ മക്കള്, അങ്ങനെ കുറേ പിള്ളേരുണ്ട്. ഒരു 10-15 കുട്ടികളുണ്ട്. അവരെങ്ങനെ എല്ലാ ദിവസവും ചെറിയ ചെറിയ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും എങ്ങനെ കൊടുക്കാൻ പറ്റും? മാസത്തിലൊരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. ഉണ്ട് പൈസ, അതൊന്നും നോക്കണ്ട. എല്ലാ ദിവസവും ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു പഴംപൊരി ആണെങ്കിലും ഒരു ഏത്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് വരാനാണെങ്കിലും അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സമയങ്ങളാണ്. 1960s, നമ്മൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1960 ഒക്കെ 64 എൻ്റെ അച്ഛന് ജോലി കിട്ടിയിട്ടുണ്ട്. 62 ആണെന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. 60s അച്ഛൻ പറയാണ്, അച്ഛനാണ് അവിടുത്തെ പണക്കാരൻ. കാരണം അച്ഛൻ ഈസ് ഗെറ്റിംഗ് മന്ത്ലി സം എമൗണ്ട്. ഒരു ഗ്രാമത്തിൽ വേറെ ഏത് രീതിയിലും എമൗണ്ട് കിട്ടാൻ സാധ്യതയില്ല. കാരണം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന, ഇപ്പം തേങ്ങ കൊടുത്ത് നെല്ല് വാങ്ങിക്കും ചിലർ, നെല്ല് കൊടുത്ത് തേങ്ങ വാങ്ങിക്കും, തേങ്ങയുള്ള അങ്ങനെ ബാർട്ടർ സിസ്റ്റം പോലെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പൈസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെല്ല് വിൽക്കണം, അതുപോലെയുള്ള വലിയ മില്ലുകളിൽ കൊണ്ടുപോയി വിൽക്കണം. അങ്ങനെ കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ടായിരിക്കും പെൺകുട്ടികൾക്കൊക്കെ സ്വർണം വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ കൺട്രി ഒരു കുഞ്ഞ് ശിശുവായിട്ടുള്ള കൺട്രിയാണ്. അത് എഴുന്നേറ്റ് നടന്നു തുടങ്ങിയപ്പോഴാണ് എൻ്റെ അച്ഛനൊക്കെ സമ്പാദിക്കാൻ തുടങ്ങിയത്. സോ ആ സമയത്ത് ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് പേര് വീട്ടിലുണ്ടെങ്കിൽ, ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിലാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് എല്ലാവർക്കും മെച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ടാവുമോ? ഈ ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും. അന്ന് എന്തിനാ അങ്ങനെ കഴിഞ്ഞതെന്ന് വെച്ചാൽ വേറെ വഴിയില്ല, വേറെ നിവൃത്തിയില്ല. ഇപ്പം അങ്ങനെ അല്ലല്ലോ. എത്ര ഫ്ലാറ്റുകൾ, എത്ര ജോലികൾ, എത്ര കുഞ്ഞു പഠിത്തമാണെങ്കിൽ പോലും ജോലിയുണ്ട്. ഒരു ഡ്രൈവറിനാണെങ്കിലും 10-25,000 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. അപ്പം അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ സ്വന്തമായിട്ട് ഒരു നെസ്റ്റ് ഉണ്ടാക്കി അതിനകത്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾക്കൊക്കെ അമ്മായിയമ്മയെ കൊണ്ടുവരികയോ അമ്മയെ കൊണ്ടുവരികയോ അങ്ങനെയൊക്കെ ചെയ്യുക. അവരോട് നന്നായിട്ട് നിന്നിട്ട്. അങ്ങനെ വരാൻ വിസമ്മതിക്കുന്ന അമ്മായിമ്മമാരുണ്ട്. എൻ്റെ അമ്മായിമ്മ വരാറില്ല കേട്ടോ. പണ്ട് മോള് വലുതായി കഴിഞ്ഞ പിന്നെ മോളായിട്ട് നല്ല ഫ്രണ്ട്സ്, നല്ലൊരു റാപ്പോ വന്നേ പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മായിമ്മ വരാറില്ല, എൻ്റെ അമ്മയാണ് വരാറ്. കാരണം അമ്മ ലീവൊക്കെ എടുത്ത് എൻ്റെ മകളെ നോക്കിയിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഇപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം അങ്ങനെ നോക്കാൻ അമ്മ വന്നതുകൊണ്ടാണ് അവൾക്ക് ചിക്കൻ പോക്സ് വന്നു, എനിക്ക് ചിക്കൻ പോക്സ് വന്നു. ഐ വാസ് വർക്കിംഗ്. എൻ്റെ മാറി കുളിച്ച് ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും അടുത്ത ദിവസം മോൾക്ക് വന്നു. അപ്പം മോളെ നോക്കിക്കൊണ്ടിരുന്ന ആയ്മയ്ക്ക് വന്നു, ഞങ്ങളുടെ മെയ്ഡിന്. പിന്നെ എന്ത് ചെയ്യും? അപ്പം എൻ്റെ അമ്മയാണ് വന്നത്. അമ്മയ്ക്ക് ഓൾറെഡി വന്നതായതുകൊണ്ട് അമ്മ പറഞ്ഞു എനിക്ക് വരത്തില്ല, എനിക്ക് ഇമ്മ്യൂണൈസ്ഡ് ആണ് ഞാൻ, നാച്ചുറൽ ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് എനിക്കെന്ന് പറഞ്ഞിട്ട് അമ്മ ധൈര്യത്തോടു കൂടി വരികയാണ് ചെയ്തത്. അതെൻ്റെ മദർ ഇൻ ലോ ചെയ്യില്ല. മദർ ഇൻ ലോയ്ക്കും വന്നതാണ്. ഷി വാസ് സിറ്റിംഗ് സിംപ്ലി അറ്റ് ഹോം. പപ്പായുണ്ട്, അമ്മച്ചിയുണ്ട്, അവർക്ക് വേണമെങ്കിൽ വരാം. പക്ഷെ അതേസമയം പപ്പ അവരുടേതായ കാര്യങ്ങൾക്ക്, കണ്ണ് ഓപ്പറേഷനോ ഇതിനൊക്കെ അവർ സമയം ഒതുക്കി വരികയും ചെയ്യായിരുന്നു. നിങ്ങളിത് ഞാൻ പറയുന്നത് ഒരു ചിറ്റാറ്റായിട്ട് എടുത്താൽ മതി. ഞാൻ തുറന്നു പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ തെറ്റൊന്നുമില്ല, ഇതൊക്കെ നടന്ന കാര്യങ്ങളല്ലേ. എന്തിനാ മറച്ചു വെച്ച് മറ്റുള്ളവരെ യോളജൈസ് ചെയ്യണം? അവർ ചെയ്ത് നല്ലത് പറഞ്ഞല്ലോ. ഞാൻ നല്ലതും ഉണ്ട്. എൻ്റെ മോള് വീണു കേട്ടോ. വീണ് കഴിഞ്ഞ് ഈ ഡിസ്കിന് ഒരു ചെറിയ ഇങ്ങനെ എന്താ പറയുക, പ്രൊലാപ്സോ അങ്ങനെ പറയില്ല അത്. അപ്പം തന്നെ എൻ്റെ ബ്രദർ പറഞ്ഞു ഇതിന് നല്ലതാണ് ഇങ്ങനെ ഇന്ന സ്ഥലം, അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പെട്ടെന്ന് ശരിയാവുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ 1 മാസം കിടന്ന് അവരുടെ ആയുർവേദിക് ചികിത്സയൊക്കെ ചെയ്താണ് ശരിയായത്. അപ്പോൾ ആ 1 മാസം എൻ്റെ മദറിലോ വന്ന് അവിടെ കൂടെ നിന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് റെസ്റ്റാണ്. കാരണം അവിടെ ഫുഡൊക്കെ കിട്ടും, അമ്മയ്ക്കും വേണമെങ്കിൽ തിരുമിച്ചോളൂ എന്ന് അരവിന്ദ് പറയുകയൊക്കെ ചെയ്തു. 2 ദിവസം കണ്ട് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഷീ ഹാസ് ഹെൽപ്ഡ്. ഇല്ല എന്നല്ല, പക്ഷേ എന്തെങ്കിലും അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടോ അതൊന്നും ചിന്തിക്കണ്ട, നമുക്ക് കാര്യം നടന്നോ അത്ര മതി. അപ്പോൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് അച്ഛനമ്മയെ നോക്കണ്ട, അച്ഛനമ്മയുടെ കൂടി ഇരിക്കണ്ട, അവരുടെ അടുത്തേക്ക് പോകണ്ട, അങ്ങനെയല്ല. കൂട്ടുകുടുംബം ആണ് കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയണത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു പരിധിക്കുള്ളിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കോമഡേഷൻ ഉണ്ടാക്കുക. ഇവരെയൊക്കെ കൊണ്ടുപോവുക, ഇവരെയൊക്കെ ഒന്ന് സഹായിക്കുക, ഇവർക്കൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക.
ഒരിക്കലും ആ അച്ഛനും അമ്മയും നോക്കണ്ടെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. മനസ്സിലായി, അച്ഛനമ്മമാർ സ്വാർത്ഥരായിട്ടുള്ളവരുണ്ട്. ഇൻഹെറിറ്റൻസ് കറക്റ്റായിട്ട് രണ്ടാമക്കളുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വീട് അവർക്ക് എഴുതി വെച്ചിട്ട് പിന്നെ ആ മകൻ നോക്കാതെ ആകുന്നവരുണ്ട്. അങ്ങനെ നോക്കാതെ ആകുമ്പോൾ ഈ മൂത്ത മോന് പറയാൻ പറ്റുമോ, ഞാൻ നോക്കൂല, അവനല്ലേ വീട് കൊടുത്തതെന്ന്. എന്തിനാ, വീടേ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നിങ്ങൾ നോക്കൂലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ബ്രദർ ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും, അപ്പം നിങ്ങൾ നോക്കില്ലേ നിങ്ങളുടെ അച്ഛനമ്മേനെ? കാരണം നമ്മൾ ഇന്ത്യൻസ് അങ്ങനെയാണ് വയേർഡ് അല്ലേ. പക്ഷേ കൂട്ടുകുടുംബം നന്നേ അല്ല, ഇപ്പോഴും ഞാൻ പറയും. അതെന്തിനാ അതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു ചേട്ടത്തിയാണെന്ന് വിചാരിക്കും. ആ ചേട്ടത്തിയുടെ റൂമിലേക്ക് അനുവാദം ഇല്ലാതെ ഈ ദേവർ എന്ന് പറയുന്ന ആൾ, അതായത് ഹിന്ദിയിൽ പറയുമല്ലോ അനിയൻ, വലിയ ആളായിട്ട് അങ്ങ് കയറി വരിക, മുട്ടാതെ വരിക, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെന്നേ. അവന് ഓർമ്മയുണ്ടാവില്ല, വേണമെങ്കിൽ അവൻ അവൻ്റെ ചേട്ടൻ്റെ മുറിയിൽ അങ്ങനെ ആയിരുന്നിരിക്കാൻ കയറി നടന്നിരുന്നത്, അല്ലെങ്കിൽ അവനും അവൻ്റെ ചേട്ടനും കൂടെ ഉപയോഗിച്ചിരുന്നതായിരിക്കും ആ റൂം. അല്ലെങ്കിൽ ഒരു പെങ്ങൾ, ഇത് ആ വിവാഹിതയാവാത്ത ഒരു പെങ്ങളുള്ള വീടാണെങ്കിൽ ഇവരുടെ സ്വകാര്യതയിലേക്ക് അങ്ങ് ഇടിച്ചു കയറി വരിക. ആദ്യത്തെ കുറച്ച് നാൾ അങ്ങനെ പറ്റുള്ളൂ, കാരണം കല്യാണം കഴിച്ച ഉടനെ തന്നെ ആരെ കൊണ്ട് പറ്റുമല്ലേ വീട് വേറെ എടുത്ത് താമസിക്കാൻ? അത് പറ്റില്ല. കുറച്ച് നാളുകൾ അങ്ങനെയൊക്കെ സഹിച്ചൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ പെടരുത്. നമ്മൾ ഇനിയും എന്താ പറയുക, നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ, ബിക്കോസ് അത് അവരുടെ കോമൺ സ്പേസ് അല്ലേ. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് എ സ്മോൾ അക്കോമഡേഷൻ, വാടക കൊടുത്ത് ഭാര്യമാരും കൂടെ ഒന്ന് സഹകരിച്ച് ചിലവുകളൊക്കെ ചുരുക്കി ഭർത്താവിൻ്റെ എത്ര രൂപയുണ്ടോ ആ രൂപയിൽ നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ പഠിക്കുക, വരവറിഞ്ഞ് ചിലവ് ചെയ്യുക. അപ്പോൾ കൂട്ടുകുടുംബമാണോ നല്ലത്, അണുകുടുംബമാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, കൂട്ടുകുടുംബം നോ, ഇന്നത്തെ കാലത്തിൽ വർക്കൗട്ട് ആവില്ല കേട്ടോ. അപ്പോൾ ഇനിയും ഒരു ടോപ്പിക്കുമായിട്ട് നാളെ വരാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തോന്നട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ചെയ്യാത്തവർ.